ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അതിരടി മൂവി കണ്ടിട്ട് പോകുന്നതേ ഉള്ളൂ. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ഇതിന് രണ്ടിനും നടുക്ക് നിൽക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പടം തുടങ്ങുന്നത് തന്നെ ഒരു കെയോസ്, നമ്മുടെ നാട്ടിൽ തന്നെ നടന്നിട്ടുള്ള ഒരു കോളേജിലൊരു പ്രോഗ്രാം നടക്കുകയും അതിനകത്ത് കുറച്ച് 2-3 കുട്ടികൾ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് പടത്തിൻ്റെ തുടക്കം വരുന്നത്. അത് വെച്ചിട്ടാണ് ബാക്കി സ്റ്റോറിയും പോകുന്നത്. ആ കോളേജിലേക്ക് പഠിക്കാൻ വരുന്ന ബേസിലൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ് ബേസിൽ. അവിടെ വരുന്നതും ബേസിലിനെ നമുക്കറിയാവുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആ ഒരു സ്റ്റുഡൻ്റായിട്ട് എന്തോ അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളിക്ക് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, പല ഇമോഷൻസിലൂടെയും കടന്നു പോകുന്നു. അതൊക്കെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ബേസിൽ നല്ലൊരു ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. നല്ല രസമുണ്ട് കാണാനും. പുള്ളിയുടെ കോമഡിയൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കോളേജിൽ ഇതൊക്കെ വീണ്ടും ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നു. അതേസമയം അവിടെ നാട്ടിലുള്ള ഒരു അമ്പലത്തിലൊരു പരിപാടി നടക്കുന്നുണ്ട്, ഉത്സവം. അപ്പോൾ അവിടുത്തെ സംഘാടകരും ഒക്കെ ആയിട്ടാണ് ടൊവിനോയുടെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഈ 2 പ്രോഗ്രാമും പിന്നെ ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന ഒരു ഗസ്റ്റ് കോമൺ ഈ വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്. അവിടെ നടക്കുന്നൊരു ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെയാണ് പടത്തിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ പറഞ്ഞു വരികയാണെങ്കിൽ പടത്തിൽ കോമഡി എല്ലാം നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചില കോമഡീസൊക്കെ നല്ല മൈന്യൂട്ടുള്ള കോമഡിയൊക്കെ ഉണ്ട്, നല്ല രസമാണ്. പിന്നെ നമ്മുടെ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. ഷെൽവിനുണ്ട്, നമ്മുടെ കാട്ടക്കട അണ്ണനുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഡെലൂരു പഴയ സിനിമകളിലെ പോലെ തന്നെ സർവ്വമായയിലെ പോലെ തന്നെ ക്യൂട്ടാണ്. പിന്നെ പാട്രിയറ്റിലെ മമ്മൂക്കയുടെ കൂടെ നടക്കുന്ന ഒരു ലേഡി ക്യാരക്ടറുണ്ട്, അവരാണ് നമ്മുടെ ടൊവിനോയുടെ വൈഫായിട്ട് വരുന്നത്. അപ്പം പടത്തിലേക്ക് അല്ലെങ്കിൽ പടത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെയുള്ള കോമഡി എല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ സോങ്ങിൻ്റെ കാര്യം വരുവാണെങ്കിൽ എനിക്ക് സോങ്ങിനെ പറ്റി പ്രത്യേകിച്ച് വലിയ ഒരു അഭിപ്രായം ഇല്ല. എനിക്കങ്ങോട്ട് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് ആകെ എനിക്ക് ടൊവിനോ പാടുന്നൊരു പാട്ടുണ്ട്, അത് അടിപൊളി പാട്ടാട്ടോ, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അല്ലാണ്ട് നമ്മുടെ പഴയ മൂവീസിലെ സോങ്സൊക്കെ എടുത്തിട്ടുള്ള ചില സിറ്റുവേഷൻസൊക്കെ ഉണ്ട്, അതെല്ലാം നൈസായിരുന്നു. അതിനകത്ത് ചേസിനകത്ത് രാമകഥയൊക്കെ ഇടുന്നുണ്ട്, അത് അടിപൊളി സീനാണ്. എനിക്ക് വർക്കായി. പിന്നെ അതേപോലെ പറയുകയാണെങ്കിൽ പിന്നീട് ഇമോഷണൽ സീൻസ് ഒന്നും ഒട്ടും എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പടത്തിൻ്റെ ഇമോഷനിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. ആകെ എനിക്ക് നമ്മുടെ ആർട്ടിസ്റ്റിലെ പോൾസണില്ലേ വില്ലനായിട്ട് വരുന്നത്, അവൻ ഇതിനകത്ത് നമ്മുടെ ബേസിൻ്റെ ചേട്ടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ ഏത് സിനിമയിൽ അഭിനയിച്ചാലും അടിപൊളിയായിട്ട് അഭിനയിക്കുക. ആ പുള്ളിയുടെ ക്യാരക്ടറൊക്കെ അടിപൊളിയായിരിക്കും. ഇതിനകത്ത് അതേപോലെ തന്നെ ഇമോഷണൽ സീൻസ് എല്ലാം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പടത്തിൽ അങ്ങോട്ട് ഇമോഷണലി ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ മാസീവായിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ ടൊവിനോ, ഒരു ഗുണ്ടയാണ് പുള്ളി. പക്ഷേ പുള്ളിക്ക് മാസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സീൻസൊന്നും ഇത് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു ഹെവി അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ക്യാരക്ടറിൻ്റെ മാസ് എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ പുള്ളി എന്താണ് നമ്മുടെ രംഗാണൻ 144p എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറാണ്. അഴിഞ്ഞാടാനുള്ള സ്പേസ് ഉണ്ട്, പുള്ളി കുറേയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ എവിടേക്കോ മിസ്സിങ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ മഹേഷ് കുഞ്ഞുമോൻ പുള്ളിക്കാരുണ്ട്. അതിനകത്ത് അടിപൊളി ഒരു ക്യാമിയോ ഉണ്ട്. ക്യാമിയോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷേ അത് കുറച്ച് നേരമുള്ള അടിപൊളിയാണ്. അങ്ങനെ പടം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ്, അത്രയേ ഉള്ളൂ പടം. ടെർബിൾ ബ്ലോക്ക് ആണെങ്കിൽ തന്നെ ആയാലും വലിയൊരു കുഴപ്പമില്ലാത്ത നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് വരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ഹാഫിലും ലാഗ് ഇല്ലെന്നല്ല, പക്ഷേ ഫസ്റ്റ് ഹാഫിലും ഒക്കെ ലാഗ് ഉണ്ട്. ഒരു നമുക്ക് പിടിച്ചിരുത്തുന്ന രീതിയിലുള്ളൊരു സ്റ്റോറി അല്ല ശരിക്കും പറഞ്ഞാൽ. അവസാനം ക്ലൈമാക്സ് വരുന്നത് വരെ ക്ലൈമാക്സ് ഗംഭീര ക്ലൈമാക്സാണ്, നല്ല രസമുണ്ട്. ഒരു മൊത്തത്തിലൊരു ഓട്ടവും ബഹളവും. പിന്നെ നമ്മൾ വിനീത് ശ്രീനിവാസൻ്റെ കൂട്ടുകാരനായിട്ടൊരു ക്യാരക്ടറും ഒക്കെ ഇതിനകത്തുണ്ട്, അത് ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ കോമഡിയൊക്കെ ഉണ്ട്, അയ്യോ അടിപൊളി സാധനമാണ്. കോമഡി ഞാൻ പറയില്ലേ, കോമഡി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ചെറിയൊരു ലാഗ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലൈമാക്സ് അടിപൊളി ക്ലൈമാക്സ് ആയതുകൊണ്ട് വേറെ പ്രശ്നമില്ല. അതും കൂടി മോശമായിരുന്നെങ്കിൽ പടം വീണേനെ. പിന്നെ ഈ പറയുന്ന പോലെ കുഴപ്പമില്ലാത്തൊരു പടം, കണ്ടിരിക്കും. വേറെ അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പോയി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഓക്കെ.